പാലക്കാട് മണ്ണാർക്കാട് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കച്ചേരിപ്പറമ്പ് നെല്ലിക്കുന്നിലാണ് ഈ സംഭവം. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അജിത് ബാബു പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. അജിത്തെ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഇത് ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. രാവിലെ അവിടുത്തെ ഉള്ള ആളുകൾ തന്നെയാണ് ഈ ആനയെ ഇങ്ങനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ വനംവകുപ്പിന് വ്യക്തമായിട്ടില്ല. പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഇതിനൊക്കെ ശേഷം മാത്രമാണ് എന്താണ് ചെരിയാനുള്ള കാരണമെന്ന് മനസ്സിലാകുകയുള്ളൂ. ശരീരത്തിൽ വലിയ മുറിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഈ ഒരു യുവാവായിട്ടുള്ള ആനയാണ്, അതായത് പ്രായം അധികം ആവാത്ത ആനയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇതിലൊരു പരിശോധന ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ആനയ്ക്ക് ഇത്തരത്തിൽ ആന ചെരിയാനുള്ള കാരണമെന്ന് ഇത്തരത്തിൽ പരിശോധിക്കുമെന്നുൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിപ്പോൾ ആളുകളാകെ കൂടിയിട്ടുണ്ട്. അവരൊക്കെ ഉൾപ്പെടെ പറയുന്നത് നിരന്തരം ഈ സ്ഥലത്തെത്തി ശല്യം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആനയായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആന വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രാഥമികമായി ആനയുടെ ശരീരത്താകെ പരിശോധിച്ചതിൽ നിന്ന് മുറിവുകളോ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല. സേതുലക്ഷ്മി. ശരി അജിത്ത്. ഓക്കെ. അപ്പോൾ അജിത്താണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.